നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇനി ഞാൻ ചുരുക്കട്ടെ, ഈ മൗലവിയെ വിശ്വസിക്കാൻ പറ്റുമോ? അതാണ് മുസ്ലിമീങ്ങൾ ആലോചിക്കേണ്ടത്. ഇനി ഒന്ന് കേൾക്കണോ ഇയാൾ കാണിച്ച ഒരു വഞ്ചന. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസ്ജിദുൽ ഖൈഫ് എന്നിട്ട് മിനയിൽ ഒരു പള്ളിയുണ്ട്. ആ മിനയിലാണല്ലോ എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടികുത്തു എന്ന് ഞാൻ പറഞ്ഞത്. എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടുകയും ചെയ്യും. ആ മിനയിൽ പോകാൻ വേണ്ടി പലരും ഹജ്ജ് നേർച്ചയാക്കാറുണ്ട്. ഇരിക്കട്ടെ, ആ മസ്ജിദുൽ ഖൈഫിന്റെ അടുക്കൽ അതാ 70 നബിമാരെ ഖബറുണ്ട്. ശരിക്കും മനസ്സിലാക്കി വെച്ചോ. പിന്നെയോ കഅബത്തിന്റെ ചുറ്റുഭാഗത്തുകൊണ്ട് ഒരുപാട് മഹാന്മാരായ അമ്പിയാക്കളെ ഖബർ. ഇത് ഞാൻ ഇവിടുന്ന് പറഞ്ഞപ്പോ മൗലവി എന്നെ പരിഹസിച്ചു എന്ന് മാത്രല്ല, മൗലവി പിന്നെ നീ അറിയോ, ആലപ്പുഴ പോയിട്ട് പറയാണ് ഇങ്ങനെ മസ്ജിദുൽ ഖൈഫിന്റെ അടുത്ത് കഅബത്തിന്റെ അടുത്തൊക്കെ അമ്പിയാക്കളെ ഖബറുണ്ട് എന്ന് പറയുന്ന വർഗം ആര്യാ മൗലവിയ പറഞ്ഞത്? ഞാൻ എന്റെ വകയെ പറഞ്ഞതാ. കഅബത്തിന്റെ അടുത്ത് ഖബറുണ്ട്, മസ്ജിദുൽ ഖൈഫിൽ ഖബറുണ്ട്, ഞാൻ എന്റെ വകയെ പറഞ്ഞതാ. സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലേ അത് പറഞ്ഞത് അവിടെ ഖബറുണ്ട്. അപ്പൊ വർഗം എന്ന് പറഞ്ഞ ആര്യാ മൗലവി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ നിങ്ങൾ വർഗം എന്ന് വിളിച്ചത്? ഒന്ന് കേൾപ്പിക്ക് മോനെ, അയാളെ പറയുന്നത്. എനിക്ക് ആ കിതാബ് കാണിച്ചു തരാം. അവിടെ തന്നെ തവാഫ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ധാരാളം നബിമാരുടെ ഖബറുണ്ട് പോലും. കഅബത്തിന്റെ ചുറ്റുഭാഗത്തും ഖബറുണ്ട്. മസ്ജിദുൽ ഖൈഫിൽ 70ഓളം നബിമാരുടെ ഖബറുണ്ടെന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. നോക്കൂ സഹോദരന്മാരെ, ഹജ്ജിനെയും അതേപോലെ തന്നെ ഇസ്ലാമിലെ ചടങ്ങുകളെയും ഒക്കെ ഉറൂസും ആണ്ട് നേർച്ചയും പോലെ അതപ്പതിപ്പിച്ചിട്ടുള്ള ഈ വർഗം, കേട്ടാ, ഉറൂസും ആണ്ട് നേർച്ചയും പോലെ അതപ്പതിപ്പിച്ചിട്ടുള്ള ഈ വർഗം എന്താ പറഞ്ഞത്? ഖബർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ വകയിൽ. എന്നാ മൗലവി, നിങ്ങൾ ആരെയാ ഈ വർഗം എന്ന് വിളിച്ചത്? ശരിക്ക് കേട്ടോ, ഇതെന്താണ്? ലോകപ്രശസ്ത ഹദീസിന്റെ ഗ്രന്ഥമാണ് മജ്മഉസ് സവായിദ്. ആ ഹദീസ് ഗ്രന്ഥത്തിൽ ഹദീസ് ഞാൻ നോക്കി വായിക്കാം, കേട്ടോളൂ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫീ മസ്ജിദിൽ ഖൈഫി ഖബ്റു 70 നബിയ്യാ. മിനയിലുള്ള മസ്ജിദുൽ ഖൈഫ് എന്ന പള്ളി, മിനയിലുള്ള മസ്ജിദുൽ ഖൈഫ് എന്ന് പറയുന്ന പള്ളി, ആ പള്ളിയുടെ സ്ഥലത്ത്, ആ പള്ളിയുടെ സ്ഥലത്ത് ഖബ്റു 70 നബിയ്യാ, 70 നബിമാരുടെ ഖബറുണ്ട്. ആരാ പറയുന്നത്? പേരോടല്ല, കാന്തപുരം ഉസ്താദല്ല, കീഴന ഉസ്താദല്ല, ഈ കെ ഉസ്താദല്ല, ഞങ്ങളെല്ലാവരുടെയും പ്രിയപ്പെട്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതെ, 70 നബിമാരെ ഖബർ മസ്ജിദുൽ ഖൈഫിലുണ്ട്. ഇനിയും നിങ്ങൾക്ക് കാണാം സഹോദരന്മാരെ, ഫീ മസ്ജിദിൽ സല്ലാ ഫീ മസ്ജിദിൽ ഖൈഫി 70 നബിയ്യാ മിൻഹും മൂസാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ അങ്ങനെയും കാണാം 70 നബിമാരെ മസ്ജിദുൽ ഖൈഫിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. 70 നബിമാരെ ഖബറും അവിടെ ഉണ്ട് കേട്ടോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇനി സഹോദരാ, അതേ കഅബത്തിന്റെ സമീപത്ത് ഖബറുണ്ടെന്ന് ഞാൻ എന്റെ വകയിൽ പറഞ്ഞതായിരുന്നു. ഇമാം സർക്കസി റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമുസ് അജീദ് എന്ന കിതാബ് വായിച്ചിട്ടല്ലേ ഞാനെന്ന് പറഞ്ഞിരുന്നത്. എന്താണ് ഞാനെന്ന് പറഞ്ഞിരുന്നത്? മാബൈനൽ മഖാമിൽ റുക്നി ലാ ബീരി സംസമൈൽ ഹിജ്രി ഖബ്റു 77 നബിയ്യാ. 77 നബിമാരെ ഖബർ ഹിജ്ർ ഇസ്മായിലിന്റെയും സംസം കിണറ്റിന്റെയും ഇടയ്ക്ക് ഇബ്രാഹിം മഖാമിന്റെയും ഇടയ്ക്ക് ഉണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അവിടെ വന്നിട്ട് അവിടെ വെച്ച് വഫാത്തായി അവിടെ തന്നെ മറവ് ചെയ്യപ്പെട്ടവരാണവര്. നിങ്ങൾ മനസ്സിലാക്കണം എത്ര വ്യക്തമായിട്ടാണ് എന്ന് അതാ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസ്, അതിന്റെ റിപ്പോർട്ടർമാരെ മുഴുവനും യോഗ്യന്മാരാണെന്ന് അതാ മജ്മഉസ് സവായിദിൽ പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ എത്രയോ വ്യക്തമായിട്ട് വന്ന
പഠിപ്പിക്കുന്ന രേഖ. ആ രേഖ ഞങ്ങൾ വായിക്കുമ്പോ ഇത് പഠിപ്പിക്കുന്ന വർഗം നല്ലേ നിങ്ങൾ സഹാബികളെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചും പറഞ്ഞത്. അത്തസ്വീഖു ഇലാ ബൈത്തുൽ അതീഖ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം മുഹിബ്ബു തബീരി റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞിട്ടില്ലേ? ഞാൻ വെറുതെ പറഞ്ഞതാണോ? ഒരു ചുക്കും അറിയില്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണോ? എന്നിട്ട് അള്ളാന്റെ റസൂലിനെ വരെ നിങ്ങൾ വർഗം എന്ന് വിളിച്ചില്ലേ മൗലവി? നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിക്കണ്ടേ? ആഖിബത്ത് നന്നായി ഭരിക്കണ്ടേ? ഈമാൻ കിട്ടണ്ടേ മൗലവി? പേരോടിനെ ചീത്ത പറഞ്ഞാ മതിയോ? മരിക്കുമ്പോ ഈമാൻ കിട്ടണ്ടേ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇനി ആ രസം എന്താണ്? ഇതെന്താ സാധനോ? ഏയ് ഹുസൈൻ സലഫി, ഇതെന്താ സാധനോ? ഇത് നമ്മളെ ഇസ്ലാഹി മാസിക 2000 ഒക്ടോബർ. ഇതിന്റെ പത്രാധിപരാരാ? ശരിക്ക് ഈ ഇസ്ലാഹില് കേട്ടോ, വലത്ത് ഭാഗത്ത് പത്രാധിപ സമിതി ഹുസൈൻ സലഫി. ഇതിന്റെ നേരെ അടുത്ത ഭാഗത്തെ പേജ്, സംശയമുള്ള മുജാഹിദീങ്ങളുണ്ടെങ്കിൽ നോക്കിക്കോ. ഇതിന്റെ അടുത്ത ഭാഗത്തെ പേജ് വായിക്കട്ടെ. ആയിരക്കണക്കിന് പ്രവാചകന്മാരും മഹത്തുക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന, പ്രത്യേകിച്ച് ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജറ റളിയല്ലാഹു അൻഹാ, ആദം നബി അലൈഹിസ്സലാം തുടങ്ങിയവരെല്ലാം മറമാടപ്പെട്ട കഅബയുടെ പരിസരത്ത്. ഇങ്ങനെ നമ്മൾ പറഞ്ഞ 77 നബി ഉണ്ടെന്നാ, ഇവര് പറഞ്ഞ ആയിരക്കണക്കിന് ഉണ്ടെന്നാ. ശരിക്കും മനസ്സിലാക്കണം. ഹുസൈൻ സലഫി പത്രാധിപര്, ഇസ്ലാഹി മാസിക. ഡേറ്റ് ഒന്നും പറയാണ്ടിരിക്കുന്നില്ല. നിങ്ങള് ഡേറ്റ് പറയാണ്ടൊക്കെ നിൽക്കുന്നില്ലേ? അതിന് എന്റെ നേരം പോട്ടെ എന്ന് വിചാരിച്ചിട്ടില്ലേ? എന്നാല് എന്റെ നേരം അള്ളാന്റെ ദീന് വളർത്താൻ വേണ്ടി തന്നെ ചെലവഴിക്കാൻ അള്ളാഹ് തൗഫീക്ക് ചെയ്യട്ടെ കേട്ടോ. എന്നാ ഞാൻ ലക്കൊക്കെ പറഞ്ഞുതരാ, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ഹുസൈൻ സലഫി പത്രാധിപര് 2007 ഒക്ടോബർ ഇസ്ലാഹി മാസിക എന്താ പറഞ്ഞത്? ആയിരക്കണക്കിന് പ്രവാചകന്മാരും മഹത്തുക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന, പ്രത്യേകിച്ച് ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജറ റളിയല്ലാഹു അൻഹാ, ആദം നബി അലൈഹിസ്സലാം തുടങ്ങിയവരെല്ലാം മറമാടപ്പെട്ട കഅബയുടെ പരിസരത്ത് ജനിച്ചു വളർന്ന് പ്രവാചകനായി പ്രബോധനം നടത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ അവരൊക്കെ ഖബർ എവിടെയുള്ളു മൗലവി? ഇപ്പൊ ഒന്നാമത്തെ വർഗം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആളാരാ? വർഗം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആരാ മൗലവി? പറ, മറുപടി പറ.